ഹായ് ഫ്രണ്ട്സ്, സാബിന മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു ക്രൈം ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്, ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. റീച്ചർ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. സീരീസിന്റെ 3ാമത്തെ സീസൺ ആണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ആമസോൺ പ്രൈമിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ സീരീസിന്റെ ഫസ്റ്റ് സീസൺ 2022 റിലീസ് ചെയ്തിരുന്നത്. സെക്കൻഡ് സീസൺ കഴിഞ്ഞ വർഷം 2024 റിലീസ് ചെയ്തു. തേർഡ് സീസൺ ഇപ്പോൾ റിലീസ് ചെയ്തു. 3 സീസണിലും 8 എപ്പിസോഡുകളാണ്. 8 16 24 എപ്പിസോഡുകളാണ് ടോട്ടൽ ആയിട്ടുള്ളത്. ഏകദേശം 40-55 മിനിറ്റുകൾ എവറേജ് ഡ്യൂറേഷൻ വരുന്ന എപ്പിസോഡുകളാണ്. അപ്പോൾ ഈ ഒരു സീരീസ് നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു മുൻ US ആർമി ഓഫീസറായിരുന്ന റീച്ചർ, അദ്ദേഹത്തിന്റെ യാത്രകളാണ്. അദ്ദേഹത്തിന്റെ യാത്രയിൽ പിന്നെ ഓരോ സ്ഥലങ്ങളിൽ കണ്ടുമുട്ടുന്ന ആൾക്കാരും അവിടുത്തെ ക്രൈംസും കാര്യങ്ങളും പിന്നെ റീച്ചർ എങ്ങനെയാണ് ഇൻവോൾവ് ആകുന്നത്, റീച്ചറെ തേടി ഓരോ പ്രശ്നങ്ങൾ വരുന്നതും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും റീച്ചറിന്റെ സൗഹൃദങ്ങൾ, അതൊക്കെയാണ് ഈ ഒരു സീരീസിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. നല്ല രസകരമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു സീരീസാണ്. ഫസ്റ്റ് സീസൺ സെക്കൻഡ് സീസണോട് ഞാൻ ഒരുമിച്ചാണ് കണ്ടത്. അതിനെക്കുറിച്ചുള്ള റിവ്യൂ ഞാൻ ചാനൽ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ ഈ ഒരു സീരീസ് ഉള്ളത് പിന്നെ 3ാമത്തെ സീസൺ മാത്രമായിട്ട് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ റീച്ചർ ആരാണ് എന്താണ് എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സീസൺ മുതൽ ഇങ്ങോട്ട് കണ്ടുവരണം എന്നുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കേട്ടോ, റീച്ചറിന്റെ ആരാധകർ ഒരുപാടുണ്ട് എന്ന് എനിക്കറിയാം. ഇതിൽ ഓരോ പഞ്ചും ഓരോ ആക്ഷൻ ഒക്കെ സൂപ്പറാണ്. എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ്. അത് നിങ്ങൾക്കറിയാം, ഫസ്റ്റ് സീസൺ സെക്കൻഡ് സീസണും കണ്ടവർക്കറിയാം ഏത് രീതിയിലായിരിക്കും ഈ ഒരു സീരീസിന്റെ കഥ പോവുക എന്നുള്ളത്. നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. തേർഡ് സീസൺ പിന്നെ സാധാരണ ഫസ്റ്റ് സീസൺ സെക്കൻഡ് സീസൺ കഴിഞ്ഞ് 3ാമത്തെ സീസൺ വരുന്ന സമയത്ത് സാധാരണയുള്ള സീരീസുകളുടെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു ഫസ്റ്റ് സീസണിന്റെ സെക്കൻഡ് സീസണിന്റെ ആ ഒരു ക്വാളിറ്റി, ആ ഒരു സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെ ഒരു തട്ടിക്കൂട്ട് പോലെയൊക്കെ തോന്നും 3ാമത്തെ സീസണിലേക്ക് 4ാമത്തെ സീസണിലേക്ക് വരുന്ന സമയത്ത് പല സീരീസുകളും. പക്ഷെ ഇത് അങ്ങനെ തോന്നുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആ റീച്ചർ എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ മറ്റുള്ള കഥാപാത്രങ്ങളും കാര്യങ്ങളും നമ്മൾ കണ്ട ആൾക്കാരും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. അപ്പോൾ ഇതിൽ പരിചയമുള്ള മുഖങ്ങളും കയറി വരുന്നുണ്ട്. എന്നാലും ആ സ്റ്റോറി എന്നുള്ളത് ഒരു കണ്ടിന്യൂഷൻ അല്ല. ഫസ്റ്റ് സീസണിന്റെ സെക്കൻഡ് സീസണിന്റെ ഒരു കണ്ടിന്യൂഷൻ അല്ല ഈ ഒരു സീസൺ എന്നുള്ളതാണ്. എന്നാലും അതുപോലെ തന്നെയാണ് എല്ലാ സീസണുകളും അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്കാണെങ്കിലും തേർഡ് സീസൺ മാത്രം കാണുന്നതിനും കൂടി കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫസ്റ്റ് സീസൺ സെക്കൻഡ് സീസൺ കണ്ടതിന് ശേഷം തേർഡ് സീസൺ കാണുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ എന്നുള്ളത്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണേണ്ട ഒരു സീരീസാണ്. പിന്നെ ആക്ഷൻ ക്രൈം ഡ്രാമ സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും കാണേണ്ട ഒരു സീരീസ്, എന്തായാലും ഇഷ്ടപ്പെടുന്ന സീരീസാണ്. ഒരു മസ്റ്റ് വാച്ച് സീരീസ് കൂടിയാണ്. അപ്പം ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. മലയാളം അടക്കമുള്ള എല്ലാ ഭാഷകളിലും ഈ ഒരു സീരീസ് അവൈലബിൾ ആണ്. മലയാളം തമിഴ് ഡബിങ് ഒന്നും വലിയ കുഴപ്പമില്ലാത്ത ഡബിങ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പം എന്തായാലും കണ്ടു നോക്കുക. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു സീരീസാണ് റീച്ചർ എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ്. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും